എല്ലാ പരാതികളും വിശ്വസനീയമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാനൊരു സ്ത്രീകളുടെ പ്രതികരണം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറഞ്ഞാണ്. വളരെ ഗൗരവമുള്ള ഈ പ്രശ്നത്തിൽ കോൺഗ്രസ് നേതൃത്വം KPCC പ്രസിഡന്റ് പ്രതികരിച്ചത് എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ്. സംഭവം 1.5 കൊല്ലം മുമ്പായതുകൊണ്ട് പറയാനും കേൾക്കാനും സാധ്യത ഉണ്ടായിട്ടുണ്ടാവില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ KPCC പ്രസിഡന്റിനും കോൺഗ്രസിനും സാധിക്കുന്നതല്ല. ഇതാണ് പൊതുവായിട്ട് പറയാനുള്ളത്. അതൊക്കെ കോൺഗ്രസ് തീരുമാനിക്കണം. വരട്ടെ, ഓരോരോ വിഷയങ്ങളായിട്ട് വരട്ടെ. വരുമ്പോൾ നമുക്ക് നോക്കിയിട്ട് പറയാം. അതിൻ്റെ ഓരോ അവസ്ഥ പരിശോധിച്ച് പറയാം. ഞങ്ങളിപ്പോൾ രാജി വെക്കണമെന്ന് മുദ്രാവാക്യം ഉയർന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താ പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഈ ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. ഈ ആദ്യം പറഞ്ഞത് മാത്രമല്ല, രണ്ടാമത്തെ എബോർഷൻ ഉൾപ്പെടെയുള്ള പ്രശ്നം, അതൊക്കെ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ എന്തു വേണം എന്നുള്ളത് അവർ തീരുമാനിക്കണം. ഇത് തെളിവായിട്ട് തന്നെ നിൽക്കുകയാണ് നമ്മുടെ ജനസമൂഹത്തിൻ്റെ മുമ്പിൽ. അല്ലാതെ കേവലമായ ഒരു ആരോപണം ഉന്നയിച്ചതല്ല, തെളിവ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ളൊരു MLA എന്താണ് ചെയ്യുക? അത് കോൺഗ്രസ്സുകാർ പറയട്ടെ. അതിനുശേഷം നമുക്കതിനെ സംബന്ധിച്ച് പ്രതികരിക്കാം. ഇപ്പോഴും ആ രീതിയിലുള്ള മുദ്രാവാക്യം ഉയർന്നു വന്നിട്ടുണ്ട്, വിവിധ മേഖലയിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വന്നപ്പോഴൊക്കെ കോൺഗ്രസ് അദ്ദേഹത്തെ സംരക്ഷണത്തിനുള്ളതാണല്ലോ പൊതുവായി വരുന്ന ആക്ഷേപം. അപ്പോൾ ഇങ്ങനെ ഒരാൾക്ക് ജനപ്രതിനിധിയായിട്ടുള്ള ഒരു അവസരം നൽകി അദ്ദേഹത്തെ വിജയിപ്പിച്ചിരിക്കുമ്പോൾ അത് തെറ്റായ നടപടിക്ക് സന്ദേശമല്ല. അല്ല, അതന്നെയാണ് ആ സ്ത്രീ പറഞ്ഞത്, ആ യുവതി പറഞ്ഞത്. 1.5 വർഷം മുമ്പ് ഞാൻ ഈ പ്രശ്നം ഉന്നയിച്ചിട്ട് പിതൃതുല്യം ഞാൻ കാണുന്ന കുടുംബ സുഹൃത്തുക്കളാണ്, ഇവരുടെ കുടുംബക്കാരെല്ലാം കാണുന്ന VD സതീശൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണവും അതിൻ്റെ ഭാഗമായിട്ടുണ്ടായില്ല എന്ന് മാത്രമല്ല, അതിനുശേഷമാണ് ഉയർന്ന സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെട്ടത് എന്നുകൂടി അവർ പറയുന്നുണ്ട്. അപ്പോൾ അത് വളരെ വ്യക്തമാണല്ലോ.